നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലം തുടങ്ങാനായല്ലേ, അതുകൊണ്ട് മഴയ്ക്ക് മുമ്പുള്ളൊരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ വീട്ടിൽ ചെറിയൊരു പൊളിച്ചുപണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ പറയാമെന്ന് വിചാരിച്ചേ. ക്ലീനിങ് നമ്മൾ പുറത്തു നിന്നാണ് തുടങ്ങുന്നത്. ഇന്നലെ രാത്രി ഇവിടെ ഭയങ്കരമായിട്ട് പാറ്റ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ മുറ്റത്ത് നിറയെ പാറ്റച്ചിറകും അവശിഷ്ടങ്ങളൊക്കെ വീണ് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം അത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ മഴ പെയ്താൽ അടിച്ചാൽ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ സിറ്റ് ഔട്ടും കൈയോടെ വൃത്തിയാക്കിയിട്ടാണ് ഞാൻ പിന്നെ അകം വൃത്തിയാക്കാൻ തുടങ്ങിയത്. അപ്പോൾ സിറ്റ് ഔട്ടത്തെ മാറാലയൊക്കെ തട്ടി വേഗം അടിച്ചു വാരി ഒന്ന് തുടച്ചിട്ട് എന്നിട്ട് നേരെ പിന്നെ അകം വൃത്തിയാക്കാനാണ് പോയത്. അകത്ത് ബെഡ്റൂമിൽ നിന്നാണ് പിന്നെ ക്ലീനിങ് തുടങ്ങിയത്. ഫാനും കാര്യങ്ങളൊക്കെ നല്ലപോലെ തുടച്ച് പിന്നെ ചെയ്തത് അവിടുത്തെ മാറാലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തട്ടിയിട്ട് TV വെച്ച ഭാഗത്തെ ബുക്കും കാര്യങ്ങളൊക്കെ മാറ്റി അവിടുത്തെ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി. കൈയോടെ തന്നെ ഞാൻ ബെഡ്ഷീറ്റും മാറ്റി. ബെഡ് വെയിലത്ത് കൊണ്ടുപോയി ഇടുന്നില്ല, കാരണം 3-4 ദിവസമായിട്ട് ഇവിടെ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പുറത്തെത്തുമ്പോഴേക്കും അഥവാ മഴ പെയ്ത് കഴിഞ്ഞാൽ ബെഡ് നനയുമല്ലോ. അപ്പോൾ ഞാൻ ബെഡ് മാത്രം പുറത്തേക്ക് ഇടുന്നില്ല, ബാക്കി ഭാഗമൊക്കെ അതാ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. റൂമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഹാള് വൃത്തിയാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോഫയത്തെ വിരിയും കാര്യങ്ങളൊക്കെ ഞാൻ കൈയോടെ തന്നെ മാറ്റുന്നുണ്ട്. ഹാളിൽ പ്രധാനമായിട്ടും വൃത്തിയാക്കാനുള്ളത് ഈ കോർട്ടിയേഡ് ഭാഗമാണ്. മേലെ റൂഫും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നേരിട്ടിട്ട് മഴ പെയ്യുന്ന രീതിയിലൊന്നല്ല നമ്മൾ കോർട്ടിയേഡ് ചെയ്തിട്ടുള്ളത്. ഒരു നോർമലായിട്ടുള്ളൊരു കോർട്ടിയേഡാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഈ ഇട്ടിരിക്കുന്ന കല്ലിലും ഗ്രാസിലൊക്കെ പൊടികൾ നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. ഇത് വൃത്തിയാക്കാനാണ് ഇവിടെ അധികം സമയമൊക്കെ എടുക്കുക. അങ്ങനെ അതാ കോർട്ടിയേഡൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് മുകൾ ഭാഗം ഞാൻ ഇന്നലെ പഴയ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കളെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന കൂട്ടത്തിൽ മേൽഭാഗം ഞാൻ ഇന്നലെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം പൊടി ഈ കോർട്ടിയാർഡിൽ വന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കൈയോടെ അതും കഴിഞ്ഞ് ഇതാ അവിടെയൊക്കെ അടിച്ചു വാരി. ഇനി വൃത്തിയാക്കാനുള്ളത് ഡൈനിങ് റൂമും സ്റ്റോർ റൂമും ആണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ പൊളിച്ചു പണി നടക്കുന്നുണ്ടെന്ന്. അത് കിച്ചണിൻ്റെ പണിയാണ്. അതുകൊണ്ട് കിച്ചണിലുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോർ റൂമിലും ഡൈനിങ് റൂമിലും കൂടി ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അടുപ്പും കാര്യങ്ങളൊക്കെ ഡൈനിങ് റൂമിൻ്റെ സൈഡിലൊരു സ്ലാവ് ഉണ്ട്, അതിൻ്റെ മേലെയാണ് വെച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ പാത്രങ്ങളായിക്കോട്ടെ മലചരക്ക് സാധനങ്ങളും മിക്സിയും എല്ലാം ഈ സ്റ്റോർ റൂമിലൊക്കെ കൂടി ആയിട്ട്
വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ എടുത്ത് വൃത്തിയാക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് കുറച്ച് ടാസ്ക്കാണ്. പക്ഷെ ഇത് ആ മക്കളും കൂടി ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് എളുപ്പമാണ്. കാരണം ഞാൻ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ താഴെ വെക്കാനും തിരിച്ചെടുത്ത് തരാനൊക്കെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കിതൊരു ആക്ടിവിറ്റി കൂടിയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് തനിക്കുട്ടിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ഞാൻ എന്തെങ്കിലും ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ തനിക്കുട്ടിക്ക് അത് ഭയങ്കര സങ്കടമാകും. ഇനിയിപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബുക്കൊക്കെ പൊതിയാണെങ്കിൽ അതിലും അവൾ വന്ന് ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവൾക്കത് ഭയങ്കര ഒരു വിഷമമായതുകൊണ്ട് ഇങ്ങനെ അവൾക്ക് പറ്റുന്നത് പോലെ വന്ന് സഹായിക്കും. അപ്പോൾ അവൾ സഹായിക്കുന്ന കണ്ടിട്ട് ഇതാ കൺമണിക്കുട്ടിക്കും പറ്റുന്ന പോലെ അവളും സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ നേരത്തെ മാറ്റി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അലക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം ബ്രേക്കർ താത്തിയെ ഷോക്കൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് സ്വിച്ചും കാര്യങ്ങളൊക്കെ തുടച്ചത്. അത് കഴിഞ്ഞിട്ട് ഇതാ ജനൽ കമ്പി ഓരോന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയേ. പിന്നെ സോഫേൻ്റെ സൈഡും ഊഞ്ഞാലയിലും ഒക്കെ പൊടി ഉണ്ടാകും. അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നേരെ ഡൈനിങ് റൂമിലേക്ക് വന്നിട്ട് ടേബിളും കസേരയൊക്കെ തുടച്ച് ഇതിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ മാറാലൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇതാ അടുപ്പ് വൃത്തിയാക്കാനേ. ഇത് ഓരോന്ന് ഊരിയിട്ട് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അത് തന്നെ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. തിരിച്ച് ഇത് പിന്നെ ഓരോന്ന് ഇടുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് പിടിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ വൃത്തിയാക്കുന്നത് വാശേരിയാണ്. ഇതും കൂടി കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട് തുടച്ചിടുകയാണ് ചെയ്യുന്നത്. എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് നമ്മൾ വീടൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സമാധാനമാണല്ലോ അല്ലേ. ഇന്നിതാ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞപ്പോഴേക്കും 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം മക്കൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മക്കൾക്ക് വേഗം ഫുഡ് കൊടുത്ത് പിന്നെ ഏട്ടൻ വരാൻ നേരം വഴുകുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അവരെ കൂടെ തന്നെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ക്ലീനിങ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറെയും വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി പോയി കാണാത്തവർ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും താങ്ക് യു. ബൈ.